കലാവേദി ഉദ്ഘാടന വേദിയായി മാറുകയാണ്. വിശിഷ്ട അതിഥികളെല്ലാം എത്തിയിട്ടുണ്ട്. സോ വെൽക്കമിങ് യു ഓൾ ടു ദ ഇനോഗ്രൽ സെറമണി ഓഫ് 7 Beats സംഗീതോത്സവം. KCFിൻ്റെയും 7 Beatsൻ്റെയും നെടും തൂണ് ഈ രണ്ട് പ്രസ്ഥാനങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകുന്ന സംഘാടകരിൽ മുഖ്യരായ ഒരാൾ ശ്രീ സണ്ണിമോൻ മത്തായി സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. വേദിയിലേക്ക് ക്ഷണിക്കുന്നു സണ്ണിമോൻ മത്തായി ഫ്രം 7 Beats in KCF. Arthaita, I would like to call upon Dr. Shivakumar, 7 Beats organizer and councillor for Wellbeing Garden City. Please come forward. Mature organizers, Mr. Manoj Thomas onto the stage, please. Arthaita, 7 Beats ന്റെ മുഖ്യ അമരക്കാരിൽ ഒരാളായ ശ്രീ ജോമോൻ മാമൂട്ടിൽ. സ്വാഗതം. അപ്പോ ഇവരാണ് നമ്മുടെ ഈ 7 Beats സംഗീതോത്സവ വേദിയുടെ നെടും തൂണുകൾ എന്ന് പറയാം. അവർക്ക് ഒരു റൗണ്ട് ഓഫ് അപ്ലോസ് പ്ലീസ്. Thank you. Now let's invite our special guests onto the stage. Firstly, we have Honorable Member of Parliament with us. So, kindly inviting Mr. Dean Russell, Member of Parliament, Watford, our chief guest. Welcome, sir. Next, I would like to invite Sri Peter Tanolin, National Joint Secretary of YUCMA. Please come onto the stage, please. ONV കുറുപ്പിൻ്റെ കൊച്ചുമകളും നമ്മുടെ ഒരു അതിഥിയുമായ ശ്രീമതി അമൃത ജയകൃഷ്ണനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. മികച്ച നർത്തകി കൂടിയാണ് അമൃത ജയകൃഷ്ണൻ. വെൽക്കമിംഗ് ഡാൻസർ ആൻഡ് ഗ്രാൻഡ് ഡോട്ടർ ഓഫ് ശ്രീ ONV കുറുപ്പ് ഓൺ ടു ദ സ്റ്റേജ്. Arthaita, I would like to call upon the title sponsorer, Allied Mortgage Representative, to come forward, please. Inviting ex-mayor of Bradley Stock, Shri Tom Athi onto the stage. Kindly come. You're reluctant. Please come onto the stage, sir. Next, I would like to invite our co-sponsor, Mr. Paul Jones Solicitors, please. Sponsor Paul Jones Solicitors. Next, we have first, let's wait for Sri Paul John Solicitors representative. Looks like they're not here. So, do we have a representative from StudyLink? Do we have Mr. Rajalesh? StudyLink il nindam Sri Rajalesh? I think he's also not available. Let's see if Lido George from LGR Academy is here. Our sponsor, LGR Academy. They are also not here. So now, do we have any other KFC trustees? Kerala community? Let's invite Suraj Krishnan and Shiju John onto the stage. They are our KCF trustees. Thank you. Requesting Jobin George, General Secretary of YUCMA East Anglia region onto the stage. ഭദ്രദീപത്തിന് തിരികൊളുത്തി നമുക്ക് ഈ ഒരു ചടങ്ങിന് ഔപചാരികമായി നമുക്ക് തുടക്കം കുറിക്കാം. So requesting the chief guests and sponsors and organizers to kindly come forward to light the lamp and spread the light
of knowledge and peace. We have a very special person among us. നമ്മുടെ മലയാള നാട്ടിൽ നിന്നും UK വരെ സ്വന്തം വണ്ടി എടുത്ത് ട്രാവൽ ചെയ്ത് വന്ന ഔട്ട്ലാൻഡർ ട്രാവലർ. We have a Mallu traveler with us. Requesting him to round of applause for him, please. സ്വാഗതം. ഒരു തിരി തെളിയിക്കാനായി ക്ഷണിക്കുന്നു. Today I don't. ഭദ്രദീപം തെളിഞ്ഞിരിക്കുകയാണ്. ഇനി ഔദ്യോഗികമായ ഉദ്ഘാടന വേദിക്ക് തുടക്കം കുറിക്കുകയാണ്. All right, മുന്നേക്ക് പോകാനായിട്ട് I would like to call upon Mr. Jomon Mamutil for the welcome speech. ഗുഡ് ഈവനിങ് വാട്ട്ഫോർഡ്. വളരെയധികം സന്തോഷത്തോടെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ആദ്യമായി തന്നെ 7 ബീറ്റ്സ് സംഗീതോത്സവം സീസൺ 6 ചാരിറ്റി ഈവൻ്റ് ആൻഡ് ONB റിമംബറൻസിലേക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ സ്വാഗതം. നിങ്ങൾക്ക് ആർക്കും 7 ബീറ്റ്സ് സംഗീതോത്സവം സീസൺ 6 ചാരിറ്റി ഈവൻ്റ് ആൻഡ് ONB കുറിപ്പ് അനുസ്മരണം എന്നതിനെപ്പറ്റി ഒരു മുഖവുരയുടെ ആവശ്യമില്ലെന്ന് എനിക്കറിയാം. കാരണം ഞാൻ വാട്ട്ഫോർഡിൽ ഒരു പുതുമുഖമല്ല. കാരണം ഇത് 3-ാം വർഷമാണ് സീസൺ 6-മായി വാട്ട്ഫോർഡിൻ്റെ ഈ മണ്ണിൽ ഞാൻ ഇന്ന് നിൽക്കുന്നത്. വളരെയധികം അഭിമാനമുണ്ട്. കാരണം വാട്ട്ഫോർഡിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഒരു സപ്പോർട്ടെന്ന് പറഞ്ഞാൽ അത് വളരെ വളരെ വിലമതിപ്പുള്ള ഒരു സപ്പോർട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് 7 ബീറ്റ്സ് സംഗീതോത്സവം തുടങ്ങിയ കാലഘട്ടം മുതൽ ഇതിന് കിട്ടിയിരിക്കുന്ന സപ്പോർട്ട് ഞങ്ങൾക്ക് വിലമതിക്കാത്തതാണ്. താങ്ക് യു സോ മച്ച് സപ്പോർട്ടിങ് അസ്. KCF കേരള ഫൗണ്ടേഷൻ Trust, Watford, for your immense support to 7 Beats Sangeethotshavam charity event and ONB remembrance. കാരണം ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിൻ്റെ വിജയം മറ്റൊന്നുമല്ല. കാരണം നമ്മൾ കഴിഞ്ഞ 6 വർഷമായി, ഇത് 6-ാം സീസണാണ്, 5 വർഷമായി UK വിവിധ ഭാഗങ്ങളായി കാറ്ററിങ്ങിൽ തുടങ്ങി വാട്ട്ഫോർഡ്, ബെഡ്ഫോർഡ്, അങ്ങനെ വളരെയധികം നിരവധി കലാകാരന്മാർക്ക് ഒരു വേദി ഒരുക്കിയ ഒരു ഈവൻ്റാണ്, നല്ലൊരു പ്ലാറ്റ്ഫോം ഒരുക്കിയ ഒരു ഈവൻ്റാണ്. വളരെയധികം പേർ നമുക്ക് സപ്പോർട്ട് ചെയ്യാനുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു ഈവൻറ്റുമായിട്ടാണ് കഴിഞ്ഞ 6 വർഷമായി വളരെ ജനപ്രശസ്തിയായ ഒരു രീതിയിലാണ് നമ്മൾ പോകുന്നത്. അതിന് സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ എൻ്റെ നിസ്സീമമായ നന്ദി ഞാൻ ആദ്യമേ അറിയിക്കുകയാണ്. തുടർന്ന് നമുക്കറിയാം 3-ാം തവണയും വാട്ട്ഫോർഡിൻ്റെ മണ്ണിൽ ഞങ്ങൾ KCFിൻ്റെ പൂർണ്ണ സഹകരണത്തോടുകൂടി വന്നേക്കാണ്. അതിന് നേതൃത്വം കൊടുത്ത KCFിൻ്റെ ഭാരവാഹികളായ ശ്രീ സണ്ണിമോഹൻ മത്തായി,
അതോടൊപ്പം തന്നെ അതിൻ്റെ ട്രസ്റ്റിമാരായ സുനിൽ വാര്യർ, സുജു ഡാനിയൽ, അതോടൊപ്പം തന്നെ നിരവധി പേരെ, സിബി, അങ്ങനെ ഒത്തിരി പേര് ഇന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ ട്രസ്റ്റിമാർ. അവർക്കെല്ലാം ഞാൻ എൻ്റെ ആദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം ഈ വർഷവും ഈ മണ്ണിൽ ഈ ഒരു ഈവൻറ്റുമായിട്ട് വന്നിരിക്കുന്നു. നിങ്ങൾ നൽകുന്ന സപ്പോർട്ടിന് ഞങ്ങൾ ആദ്യമായി തന്നെ വളരെയധികം നന്ദി അറിയിക്കുന്നു. നമുക്കറിയാം, ഇന്ന് വിവിധ കലാപരിപാടികളുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ഇന്ന് നമുക്കറിയാം, നമുക്ക് ഉപഹാർ എന്ന സ്റ്റെം സെൽ ക്യാമ്പയിൻ ഇന്നിവിടെ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ എല്ലാം പൂർണ്ണമായ സഹകരണം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം KCFിൻ്റെ ഒരു കിച്ചൺ ഓപ്പൺ ആണ്. നിങ്ങൾ അവിടുന്ന് പൂർണ്ണമായിട്ട് അവരുമായിട്ട് സഹകരിച്ച് അവിടുന്ന് ഭക്ഷണമൊക്കെ വാങ്ങിക്കഴിച്ച്, ഇതെല്ലാം ഞങ്ങൾ ചെയ്യുന്നത് ഒരു ഗുഡ് കോസിന് വേണ്ടിയാണ്. കാരണം നമ്മൾ കേരളത്തിലുള്ള നിരവധി കുടുംബങ്ങളെ, കഴിഞ്ഞ വർഷമാണെങ്കിൽ പോലും ഞങ്ങൾക്ക് ഏകദേശം 800 പൗണ്ട്സ് ഇതിന് ശേഷം ബെഡ്ഫോർഡിൽ നടത്തിയ ഈവൻറ്റിൽ നിന്ന് സമാഹരിക്കുകയുണ്ടായി. ആ പണം ഞങ്ങൾ 6 ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാനായി കേരളത്തിലെ കോട്ടയം, മലപ്പുറം, തൃശ്ശൂർ ജില്ലകളിലുള്ള ഏകദേശം 6 ഫാമിലിയെ നമ്മൾ സഹായിക്കാനായി ഏകദേശം 800 പൗണ്ട്സ് ഞങ്ങൾ സപ്പോർട്ട് ലഭിക്കുകയുണ്ടായി ഈ ഈവൻറ്റിൽ നിന്ന്. അത് ഞങ്ങൾ വളരെ കൃത്യമായി ഞങ്ങൾ ആ കുടുംബങ്ങളെ ഏൽപ്പിച്ചു. അതിൻ്റെയൊക്കെ ഒരു ഫലമാണ് നമ്മളിവിടെ കാണുന്നത്, അതിൻ്റെ ഒരു റിസൾട്ടാണ് നമ്മളിവിടെ കാണുന്ന ഒരു മനോഹരമായ ഈവൻ്റ് എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. അതിന് നിങ്ങൾ ചെയ്യുന്ന സപ്പോർട്ടിന് പ്രത്യേകമായി നന്ദി. ഈ വർഷവും ഈ വാട്ട്ഫോർഡിൽ KCF ഞങ്ങളോട് ആവശ്യപ്പെടുന്നത് വളരെ സന്തോഷകരമായി ഞങ്ങൾ ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു. ഇത് നല്ല പൂർണ്ണമായ ഒരു സഹകരണമാണ് ഞങ്ങൾക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. അതിന് പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. ഈ വർഷം വിവിധ കലാപരിപാടികളെ UK വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഗായികമാർ അവതരിപ്പിക്കുന്ന ഗാനങ്ങളും നൃത്തങ്ങളും നിങ്ങൾ ആസ്വദിക്കുകയുണ്ടായി. ഇനി വളരെയധികം നല്ല പ്രോഗ്രാമുകൾ വരാനുണ്ട്. നിങ്ങൾ പൂർണ്ണമായി അവസാനം വരെ നിങ്ങൾ ഇത് കണ്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യണം ഞങ്ങൾ പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതിന് പൂർണ്ണമായി വളരെ നിരവധി സ്പോൺസേഴ്സ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിരവധി സപ്പോർട്ടേഴ്സ് ഇതിൻ്റെ പിന്നിലുണ്ട്. അവരെല്ലാം ഞാൻ വളരെ വളരെ സ്നേഹത്തോടെ ഈ നിമിഷത്തിൽ ഞാൻ ഓർക്കുകയാണ്. ആദ്യമായി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുന്നു. ഇത് നമുക്കിന്ന് ഫസ്റ്റ് ഓഫ് ഓൾ ഐ വുഡ് ലൈക്ക് ടു വെൽക്കം FB4 വാട്ട്ഫോർഡ് മിസ്റ്റർ ഡീൻ റസൽ, who is a chief guest for this event. To this event, 7B Sangeethotsam Season 4 to coming this event and supporting us. Thank you so much. I know we are talking on our language because most of the people they understand the language, so I thought it's easy to communicate. Thank you so much for coming. And secondly, അടുത്തതായി ഞാൻ സ്വാഗതം ചെയ്യുന്നു യുക്മ ഈസ്റ്റ് ആംഗ്ലിയ റീജിയൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയായ പീറ്റർ താണോലിൽ. അദ്ദേഹം വെയിൽസിൽ നിന്നും ഇന്ന് ഇവിടെ ഈവൻറ്റിന് കടന്നു വന്നിരിക്കുകയാണ്. അദ്ദേഹവും വളരെ മനോഹരമായി ഈവൻറ്റിൽ കടന്നു വന്നിരിക്കുന്നു. ഇതിനെ സപ്പോർട്ട് ചെയ്യാനായി അദ്ദേഹത്തിനെ ഞാൻ ഹൃദ്യമായി 7 ബീറ്റ് സംഗീതോത്സവം സീസൺ 6 ഞാൻ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. താങ്ക് യു. ഞാൻ പറഞ്ഞു 2016 ഞങ്ങൾ ഈ ഈവൻറ്റ് തുടങ്ങുന്നത്. നമ്മുടെ മലയാള സിനിമയ്ക്ക് നിരവധി നിത്യഹൃദയ ഗാനങ്ങൾ സമ്മാനിച്ച മഹാകവി പത്മഭൂഷൺ ONV കുറുപ്പ്, അദ്ദേഹം മരിച്ചത് 2016 അദ്ദേഹത്തിൻ്റെ ഓർമ്മ ആചരണമായിട്ടാണ് നമ്മൾ ഈ പരിപാടി തുടങ്ങിയത്. അദ്ദേഹത്തിൻ്റെ ചെറുമകൾ, ഗ്രാൻഡ് ഡോട്ടർ ഇന്ന് ഇവൻറ്റിൽ എത്തിയിട്ടുണ്ട്. ഒരാൾ മാത്രമല്ല, 2 പേരുണ്ട്. അമൃത ജയകൃഷ്ണൻ ആൻഡ് സുമിത ജയകൃഷ്ണൻ. സുമിത ഇന്ന് അവർ ഡാൻസ് പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. ഇന്ന് ഗസ്റ്റായിട്ട് നമ്മുടെ ഈവൻറ്റിൽ എത്തിയിരിക്കുന്ന അമൃത ജയകൃഷ്ണനെ 7 ബീറ്റ് സംഗീതോത്സവം സീസൺ 6 ഞാൻ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമുക്കറിയാം, കോവിഡ് കാലഘട്ടത്ത് നിരവധി കാര്യങ്ങളൊക്കെ ചെയ്ത UK മലയാളിക്ക് നിരവധി ചെയ്ത ഒരു വ്യക്തിയാണ് മിസ്റ്റർ ടോം ആദിത്യ. അദ്ദേഹം മേയറാണ്, ബ്രാഡ്ലി സ്റ്റോക്ക് മേയറായിരുന്നു. അദ്ദേഹം ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഞാൻ ഈ വേദിയിലേക്ക് ഞാൻ ഹൃദയമായി 7 ബീറ്റ് സംഗീതോത്സവം സീസൺ 6 ആൻഡ് ചാരിറ്റി ഈവൻറ്റിലേക്ക് ഞാൻ ഹൃദയമായി സ്വാഗതം ചെയ്യുന്നു.
നമുക്കെല്ലാം സെൻസേഷണലായ ഒരു വ്യക്തി, ഇവിടെ ആരും അപ്രതീക്ഷിതമായി UK-ലെത്തിയ ഒരു വ്യക്തിയാണ് മല്ലു ട്രാവലർ. നിങ്ങൾക്കറിയാം, കേരളത്തിൽ നിന്നും 1.5 വർഷം കൊണ്ട് വണ്ടി ഓടിച്ച് ഗൾഫ് നാടുകളും അതോടൊപ്പം തന്നെ എന്താ പറയുന്നത് യൂറോപ്പിൻ്റെ വിവിധ ഭാഗങ്ങൾ സന്ദർശിച്ച് പാരീസ് ത്രൂ UK-ലെത്തിയ ഒരു വ്യക്തിയാണ് മല്ലു ട്രാവലർ മിസ്റ്റർ സക്കീർ. അദ്ദേഹം ഇവിടെ നിന്നെത്തി വളരെ നമ്മുടെ സ്നേഹപൂർവ്വം നമ്മുടെ സന്തോഷം സ്വീകരിച്ച് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ മല്ലു ട്രാവലർ. അദ്ദേഹം ഇന്നത്തെ ഈ ഈവെൻറ്റിൻ്റെ സ്പെഷ്യൽ ഗസ്റ്റാണ്. അദ്ദേഹത്തിന് ഞാൻ ഈ വേദിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. മല്ലു ട്രാവലർ മിസ്റ്റർ സക്കീർ ടു 7 Beats സംഗീതോത്സവം സീസൺ 6 ആൻഡ് ചാരിറ്റി ഇവന്റ്. അതോടൊപ്പം KCF-ന്റെ ട്രസ്റ്റിമാരിൽ ഒരാളായ സുരാജ് കൃഷ്ണൻ. KCF വളരെ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ 3 വർഷമായി നമുക്ക് വളരെ സപ്പോർട്ടായി 7 Beats സംഗീതോത്സവത്തിന് വളരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഘടനയാണ്. അവരുടെ ഓരോ പ്രയത്ന ഫലമായിട്ടാണ് നമ്മൾ ഇന്ന് ഇവന്റ് ഇവിടെ സാധ്യമായത്. ആ ഒരു ഈവെന്റിലെ 7 Beatsന്റെ KCF-ന്റെ ട്രസ്റ്റിമാരിൽ ഒരാളെ സുരാജ് കൃഷ്ണനെ ഞാൻ ഈ വേദിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. അടുത്തതായി ഞാൻ സ്വാഗതം ചെയ്യുന്നത് KCF ട്രസ്റ്റിമാരിലെ പ്രമുഖനായ ഈ പ്രോഗ്രാമിൻ്റെ നെടുംതൂണായ ശ്രീമാൻ സണ്ണിമോൻ മത്തായിയാണ്. അദ്ദേഹം ഈ പ്രോഗ്രാമിൻ്റെ എല്ലാമാണ്. തുടക്കം മുതൽ എന്നും എല്ലാ കാലവും നമ്മളോടൊപ്പം കൂടെ ഉള്ളൊരു വ്യക്തിയാണ് ശ്രീമാൻ സണ്ണിമോൻ മത്തായി. അദ്ദേഹത്തിന് ഞാൻ 7 Beats സംഗീതോത്സവം സീസൺ 6 ആൻഡ് ചാരിറ്റി ഇവന്റിലേക്ക് ഞാൻ കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി എനിക്ക് സ്വാഗതം ചെയ്യാനുള്ളത് ഈ യുക്മ യൂണിയൻ ഓഫ് UK മലയാളി അസോസിയേഷൻ യുക്മ ഈസ്റ്റ് ആംഗ്ലിയ റീജിയൻ സെക്രട്ടറി ജോബിൻ ജോർജ്. അദ്ദേഹം എൻ്റെ നാട്ടുകാരനാണ്. എൻ്റെ നാട്ടുകാരനാണ്. ബെഡ്ഫോർഡ് സ്വദേശിയാണ്. ബെഡ്ഫോർഡ് മാസ്റ്റർ കേരള അസോസിയേഷൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. അദ്ദേഹത്തിനെ ഞാൻ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഞാൻ സ്വാഗതം ചെയ്യുന്നു ഡോക്ടർ ശിവകുമാർ, പാർട്ട് ഓഫ് അവർ ടീം 7 Beats സംഗീതോത്സവം സീസൺ 5, കൗൺസിലർ ഓഫ് വെല്ലിംഗ് ഗാർഡൻ സിറ്റി, ആൻഡ് ഹി ഈസ് സച്ച് എ ഹംബിൾ പേഴ്സൺ ആൻഡ് ഹി ഈസ് വെരി സപ്പോർട്ടീവ് ടു ദി ഈവൻറ്റ്. ഐ വെൽക്കം ഡോക്ടർ ശിവകുമാർ ടു 7 Beats സംഗീതോത്സവം സീസൺ 6 ആൻഡ് ചാരിറ്റി ഇവന്റ്. സെവൻ ബീറ്റ്സ് തുടങ്ങിയ കാലഘട്ടം മുതൽ 7 Beats മ്യൂസിക് ബാൻഡ് കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ മ്യൂസിക് ബാൻഡിൻ്റെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നതും അതോടൊപ്പം ഇതിൻ്റെ മുന്നിൽ നിലനിൽക്കുന്ന 7 Beatsൻ്റെ അമരക്കാരൻ എന്ന് വേണമെങ്കിൽ പറയാം ശ്രീമാൻ മനോജ് തോമസ്. അദ്ദേഹത്തിന് ഈ വേദിയിലേക്ക് ഞാൻ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. മനോജ് തോമസ് ടു 7 Beats സംഗീതോത്സവം സീസൺ 6 ആൻഡ് ചാരിറ്റി ഇവന്റ്. ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, നിരവധി പ്രോഗ്രാമുകൾ നമുക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാവരും അവസാനം വരെ കാണണം, ഇത് പങ്കെടുക്കണം. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഞങ്ങൾക്ക് ആവശ്യമാണ്. ഉപഹാറിൻ്റെ സ്റ്റെം സെൽ ക്യാമ്പയിൻ നടക്കുന്നു. അതോടൊപ്പം തന്നെ KCF-ന്റെ നല്ല സ്വാദിഷ്ടമായ ഭക്ഷണശാല നിങ്ങൾക്കായി ഒരുങ്ങിയിരിക്കുന്നു. നിങ്ങളെല്ലാം സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ്. നിങ്ങളെല്ലാം ഒരിക്കൽ കൂടി പ്രത്യേകിച്ച് ഇതിനെല്ലാം ഉപരിയായി ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളെല്ലാമാണ് ഇതിൻ്റെ എല്ലാം. നിങ്ങളെല്ലാവരെയും ഞങ്ങൾ ഹൃദയമായി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു. താങ്ക് യു ശ്രീ ജോമോൻ. അടുത്തതായി ഇനാഗുറൽ അഡ്രസ്സാണ്. അതിനായി 7 Beats സംഗീതോത്സവത്തിൻ്റെ ഓർഗനൈസേഴ്സിൽ ഒരാളും KCF-ന്റെ പ്രസിഡന്റുമായ ശ്രീ സണ്ണിമോൻ മത്തായിയെ സ്വാഗതം ചെയ്യുന്നു. റെസ്പെക്റ്റഡ് MB, Watford MB, Dean Russell, യുക്മ ജോയിൻറ്റ് സെക്രട്ടറി പീറ്റർ താനോലി, വേദിയിൽ നിൽക്കുന്ന വിശിഷ്ടാതിഥികളെ, വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. 6ാമത്തെ വർഷമാണ് 7 Beats ഈ ഉത്സവം കൊണ്ടാടുന്നത്.
അതിൽ 3 പ്രാവശ്യവും KCF വാറ്റ്ഫോർഡിൻ്റെ നേതൃത്വത്തിലാണ് നടന്നിരുന്നത്. ഈ 6 വർഷങ്ങൾക്കുള്ളിൽ ഏകദേശം 10,000 പൗണ്ടിൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. ഇപ്പോൾ നിങ്ങളൊക്കെ ഇവിടുത്തെ ഡാൻസും പാട്ടും കാണുവാനായിട്ട് വന്നിരിക്കുകയാണ്. ഞാനിതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കാതുകളിൽ അതൊന്നും കേൾക്കുകയില്ല. ഞാൻ കൂടുതലായിട്ടൊന്നും നീട്ടുന്നില്ല. അതിലെല്ലാം ഉപരിയായിട്ടൊരു കാര്യം പറയുന്ന ONV എന്ന മഹാരഥനായ കവിയുടെ ഓർമ്മ നമ്മൾ 6ാമത് ആഘോഷിക്കുന്നത്. ONV ആരായിരുന്നെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. മലയാളത്തിലെ നമ്മൾ ഉള്ളൂരിൻ്റെയും കുമാരനാശാരിൻ്റെയും എഴുത്തച്ഛൻ്റെയും കവിതകൾ വായിക്കുമ്പോൾ നമുക്ക് കടിച്ചാൽ പൊട്ടാത്തതായിരുന്നു, നമുക്കത് മനസ്സിലാകുകയില്ലായിരുന്നു. കവിതയെന്ന് പറയുന്നത് നമുക്കൊരു ബാലികേറാം മലയായിരുന്നു. എന്നാൽ ചെങ്ങമ്പുഴയ്ക്ക് ശേഷം ONV കവിത വളരെ എല്ലാവർക്കും ആസ്വദിക്കാവുന്ന രീതിയിൽ അതിലൊന്നാണ്, ഒരു വട്ടം കൂടി ഞാൻ ആ പുഴയുടെ തീരത്ത് വെറുതെ ഇരിക്കുവാൻ മോഹം. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്കറിയാം, ഇതിൻ്റെ അകത്തെ വരികൾ എത്ര സന്തുഷ്ടമാണ്. നമുക്ക് എല്ലാ ആൾക്കാർക്കും, പണ്ഡിതനും പാമരനും ഒരുപോലെ മനസ്സിലാക്കുവാൻ പറ്റിയ ആ മഹാന്റെ ആണ് നമ്മളിവിടെ കൊണ്ടാടുന്നത്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളൊക്കെയാണ് ഈ പ്രസ്ഥാനത്തെ ഓരോ വർഷവും ഇവിടെ വിജയിപ്പിക്കുന്നത്. നിങ്ങളൊക്കെ വന്നതുകൊണ്ടാണ്. ഇവിടുത്തെ ഇന്നത്തെ കാലാവസ്ഥ വളരെ പ്രതികൂലമായിരുന്നു. എന്നിട്ടും നിങ്ങളൊക്കെ ലിവർപൂളിൽ നിന്നും മാഞ്ചസ്റ്ററിൽ നിന്നും വണ്ടി കയറി ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തരും, നിങ്ങളാണ് ഇതൊക്കെ വിജയിപ്പിക്കുന്നത്. അത് ഇതുപോലെ വീണ്ടും നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹകരണങ്ങൾ ഈ 7 ഗ്രൂപ്പിന് ആവശ്യമാണ്. ജോമോ മാമൂട്ടിൻ്റെ നേതൃത്വത്തിലാണ് ഇത്. വളരെ ഒരു എണ്ണയിട്ട യന്ത്രം പോലെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് കഴിഞ്ഞ് ഞങ്ങൾക്ക് എന്തെങ്കിലും വീഴ്ചകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നേരിട്ട് പറയുവാനുള്ള അവസരവും ഉണ്ടായിരിക്കുന്നതാണ്. ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും, എന്നെ ശ്രദ്ധിച്ച് കേട്ട നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം, കൂപ്പുകൈ. Thank you, Sanimon Mathai, for the inaugural address. Now, moving on, I would like to call upon the chief guest of today's function, Mr. Dean Russell, Member of Parliament for Watson. Sir, kindly come forward and please address the crowd, please. Thank you. Thank you. Well, first of all, thank you for inviting me into KCF Watford for having me here this evening. Can I just have a round of applause for all the organisers and everyone who's made this happen? I know that these events don't happen by chance, and they happen through a lot of hard work, and I know that everyone who's here no doubt will have a fantastic evening and have had a fantastic day. For me, the Indian community in Watford and our wider community really play an important role in Watford. Throughout the pandemic, what we saw was people going out and supporting each other, helping deliver food to families, supporting our neighbours, supporting our friends, and we have an incredibly powerful interfaith community in Watford, which I'm so proud of. But I would say that within the community, really that's about us going out, seeing each other, meeting each other, and that was so hard during the pandemic. But I also know one of the key parts was about health. And I know many within the Indian community work within Watford General Hospital, where I'm trying to get to make sure we get a new hospital there, but also work as nurses and doctors, and it's something I'm very, very appreciative of. And in fact, during the first year of the pandemic, I volunteered almost on a weekly basis for the first 6 months at Watford, at the hospital, because I felt that for me, being a Member of Parliament, I'm a public servant, and I think we are here, all of us, to serve. And so I believe very strongly that as a public servant, I should serve, and that's why I volunteered with many people across Watford, why I volunteered at Watford General Hospital, but also why I try and make sure I'm accessible to everyone in the community. But I'm incredibly grateful because what I see in rooms like this so often, and I have to say, I would normally wear a suit, but tonight
for the first time, I wore a jumper because the last time I was here a few weeks ago, it was freezing cold. So this time I thought I'd actually go wear something more appropriate. And sod's law, we've got people dressed very, very smartly tonight. So I apologise on that front. But all I wanted to say was we've got some amazing things happening in Watford. We're helping to end rough sleeping so people don't have to sleep on the streets at night. We've got a lot of work that I've been doing around mental health to support our communities in tackling stigma around mental health. We've got a new police station coming in the centre of Watford. I've got my tips bill to make sure people who work in hospitality, so if any of you are workers who work as waiters or work in shops or restaurants where you get tips, my new law, my private members bill, is going through Parliament at the moment to make sure that businesses cannot keep your tips, so that you will keep 100% of your tips. And I hope you'll all agree that's a good thing for all of our community across the UK. But finally, I just wanted to say a massive thank you to all of you. I see so many of you in Watford when I'm out knocking on doors and in community events. And what I constantly hear are people asking, how can I help more? How can I support my neighbours more? How can I do more public service? And I'm so grateful to that, because all of you have an incredibly powerful part in our community. I often say that as individuals, we are like threads in a tapestry, individual threads that can be easily broken, easily snapped apart. But when you weave those threads together, when you form them into a tapestry of our community and our friendships and our families, it's impossible to pull it apart. It's impossible to pull apart when we're interwoven, and that's what we have here. And I also think that there's a really important role for all of us in looking at peace around the world and how we can support each other to live in a better society. I often say that when we're at peace with ourselves, we don't want to create conflict with others. And I think that's how we get to a better place in society, and that's why events like this are so important. So I'm conscious we've got literally an extravaganza of music coming up. I don't want to stand in the way of that, but it's a true honour to be here tonight as your chief guest. I look forward to watching the event this evening. Good luck to all of the performers and everyone who's involved, but ultimately thank you to all of you for being such an incredibly important part of my life, as I hopefully is part of your wider family and someone who gets joy out of spending time with all of you. So enjoy tonight, have fun, and thank you all. Thank you. Thank you, Honourable Member of the Parliament, Mr. Dean Russell. Your presence among us is most honoured, even if you wear a jumper or a suit. Thank you, sir. I would like to request our next guest, ശ്രീ പീറ്റർ താനോളിൽ. അദ്ദേഹം യുഗ്മയുടെ ഒരു പ്രതിനിധി കൂടിയാണ്, നമ്മളോടൊപ്പം ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നു. അദ്ദേഹത്തോട് രണ്ട് വാക്ക് സംസാരിക്കാനായി ക്ഷണിക്കുന്നു. Good evening, everybody. Our chief guest, Watford MP Dean Russell, എൻ്റെ സുഹൃത്തും ഈ സംഘാടക സമിതിയിൽ അംഗമായ സണ്ണി മത്തായി യുഗ്മ നാഷണൽ കമ്മിറ്റി മെമ്പറും യുഗ്മയുടെ ആദ്യകാലം തൊട്ടുള്ള ഒരു നേതാവുമാണ്. സണ്ണി വിളിച്ചതനുസരിച്ചാണ്, വെയിൽസിൽ നിന്നാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. വളരെ ഭംഗിയായ രീതിയിൽ കുഞ്ഞുങ്ങൾ ഇവിടെ അവതരിപ്പിച്ച പരിപാടികൾ വളരെ ഗംഭീരമായിരുന്നു. ഈ സ്റ്റേജിൽ എത്തിയിരിക്കുന്ന നമ്മുടെ ONB കുറുപ്പ് സാറിൻ്റെ ചെറുമകളും നർത്തകിയായ അമൃത ജയകൃഷ്ണൻ ആൻഡ് സംഘാടക സമിതിയിൽ ജോമോൻ മാമ്മൂട്ടിൽ, ഡോക്ടർ വിശ്വനാഥ്, ഡോക്ടർ ജയകൃഷ്ണൻ, ഡോക്ടർ ശിവകുമാർ, ജയൻ ആൻഡ് വേദിയിലുള്ള നേതാക്കളെ, സുഹൃത്തുക്കളെ, നമ്മളൊക്കെ പിറന്ന നാടും വളർന്ന സംസ്കാരവും പിന്നിട്ട ഓർമ്മകളും അയവേർക്കി മനസ്സിൻ്റെ മടിത്തട്ടിൽ കാത്തു സൂക്ഷിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുത്തുകൊണ്ട് നല്ല കലാവാസനകൾ, ഇവിടെ ജനിച്ചു വളർന്ന കുഞ്ഞും മലയാളത്തിൽ നല്ല രീതിയിൽ പാട്ട് പാടുന്നു, നല്ല രീതിയിൽ ഡാൻസ് ചെയ്യുന്നു. ഇതെല്ലാം കാരണവന്മാർ, നമ്മുടെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കും നന്ദി അറിയിക്കുന്നു. യുഗ്മയുടെ പേരിൽ, യുഗ്മയും ഒരു കലാസംഘടനയാണ്. നിങ്ങളിവിടെ നടത്തുന്ന ചാരിറ്റി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയട്ടെ. സണ്ണിമത്തായി ഇവിടെ സൂചിപ്പിച്ചതുപോലെ 10,000-ലേറെ
പൗണ്ട് സമ്പാദിച്ച് നാട്ടിൽ ഉള്ള ആൾക്കാരെ സേവിക്കുവാൻ നിങ്ങളുടെ ഈ ചാരിറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ട്. യുക്മ എന്ന സംഘടനയും നല്ല രീതിയിൽ ചാരിറ്റി നടത്തി മുന്നോട്ട് പോകുന്നു. ഏകദേശം ഇവിടെ മലയാളികൾ ആരും മരിച്ചു കഴിഞ്ഞാലും അവരുടെ ബോഡി നാട്ടിലെത്തിക്കാൻ യുക്മയെ സമീപിച്ചു കഴിഞ്ഞാൽ 2-3 വർഷമായിട്ട് യുക്മ നടത്തിക്കൊണ്ടിരിക്കുന്നു. അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അവർക്ക് കഴിയുന്ന സഹായങ്ങൾ ബോഡി നാട്ടിലെത്തിക്കുക തന്നെയല്ല, അവർക്ക് പറ്റുന്ന സഹായങ്ങളും ചെയ്യുന്നു. അങ്ങനെ ചാരിറ്റി പ്രവർത്തനത്തിൻ്റെ ഫലമായി 1 വർഷത്തിനിടയിൽ ഏകദേശം 1,20,00,000 മുകളിൽ പൈസ സമ്പാദിച്ച് നാട്ടിലെത്തിക്കുവാൻ യുക്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഫണ്ട് സഹകരിച്ചത് മുഴുവൻ നിങ്ങൾ തന്ന പൈസയും കൊണ്ടാണ് ഇതെല്ലാം സമ്പാദിക്കുവാൻ കഴിഞ്ഞത്. അതുപോലെ നിങ്ങളുടെ സഹകരണമാണ് നമ്മുടെ വിജയം. മറ്റുള്ളവർക്ക് നമ്മൾ പൈസ എന്തുവരെ ഉണ്ടാക്കിയാലും നമ്മൾ നാളുകളിൽ ദൈവം വിളിച്ചാൽ നമ്മൾ പോകണം. ഈ പൈസ സൂക്ഷിച്ചു വെച്ചിട്ട് ഒരു കാര്യവുമില്ല. സ്നേഹം കൊടുക്കുക, മറ്റുള്ളവർക്ക് സ്നേഹം പകരുക, അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ കാരണവന്മാർ ഇവിടെ എത്തിയിരിക്കുന്ന പിള്ളേർക്ക് കലയെ പ്രോത്സാഹിപ്പിക്കുന്ന പോലെ തന്നെ ചാരിറ്റിയെയും പ്രോത്സാഹിപ്പിക്കാൻ നിങ്ങൾ തയ്യാറാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ നിങ്ങളുടെ ഈ പരിപാടിക്ക് യുക്മയുടെ എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു ശ്രീ പീറ്റർ താനോലിൽ. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ഔദ്യോഗികമായ ഉദ്ഘാടന വേദി സമാപിക്കുകയാണ്, ഉദ്ഘാടന ചടങ്ങ് സമാപിക്കുകയാണ്. താങ്കിങ് ഓൾ ദ ഗെസ്റ്റ്സ് ഹു കെയിം ഹിയർ ടുഡേ ഫോർ ദി ഇനോഗ്രേഷൻ. യു മേ നൗ ഓക്യുപൈ യുവർ സീറ്റ്സ് among the audience. Thank you.